വെൽക്കം ബാക്ക് ടു മൈ ചാനൽ കുക്കിംഗ് എക്സ്പെരിമെൻറ്റ്. ഇന്നത്തെ റെസിപ്പി ബട്ടർ കേക്കാണ്. ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന ആൾക്ക് കൂടി ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കേക്കിൻ്റെ റെസിപ്പിയാണിത്. ഇതിൽ ബീറ്ററോ ഓവനോ ഒന്നും ഉപയോഗിക്കാതെയാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 50 ഗ്രാം ബട്ടറാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് വിസ്ക് വെച്ചോ അല്ലെങ്കിൽ സ്പൂണ് വെച്ചോ ഇതൊന്ന് സ്മൂത്താക്കി എടുക്കാം. ഇനി മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പൊടിച്ച പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത്. ബട്ടറും പഞ്ചസാരയും മിക്സ് ചെയ്ത് ഇതുപോലെ നല്ല ക്രീമി ടെക്സ്ചറിലാക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. ഒരു മുട്ട ഒഴിച്ച് മിക്സ് ചെയ്തതിന് ശേഷം രണ്ടാമത്തെ മുട്ട ഒഴിച്ചു കൊടുത്താൽ മിക്സ് ചെയ്യാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഇനി മുട്ടയുടെ മണം ഇല്ലാതിരിക്കാനും ഒരു ഫ്ലേവറിനും വേണ്ടി വാനില എസൻസ് ചേർത്ത് കൊടുക്കാം. വാനില എസൻസും ചേർത്തതിന് ശേഷം വിസ്ക് വെച്ച് നന്നായി ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇനി ഒരു അരിപ്പയിലേക്ക് 1 കപ്പ് മൈദയും 1 ടീസ്പൂൺ പാൽപ്പൊടിയും 1 ടീസ്പൂൺ കോൺഫ്ലോറും ചേർത്ത് കൊടുക്കാം. ഇത് രണ്ടും ഓപ്ഷനിലാണ്. പാൽപ്പൊടിയും കോൺഫ്ലവറും ഓപ്ഷനിലാണ്. ഒരു ഫ്ലേവറിന് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി. കോൺഫ്ലവർ ചേർക്കുന്ന നല്ലൊരു ടെക്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇതിലേക്ക് 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ കൂടി ചേർത്ത് നന്നായി ഒന്ന് അരിച്ചെടുക്കാം. ഇത് ചായയുടെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കേക്കാണിത്. എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡയും 1 പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി ഇത് കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡിൽ മിക്സ് ചെയ്തെടുക്കാം. കേക്ക് ബാറ്റർ ഒരുപാട് നേരം മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്താൽ അധികം പൊന്തി വരില്ല. അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി ഇതിൽ പാൽ ചേർക്കേണ്ട ആവശ്യമൊന്നുമില്ല. കേക്ക് ബാറ്റർ നല്ല ടൈറ്റ് ആണെങ്കിൽ മാത്രം 1 ടേബിൾ സ്പൂൺ പാൽ ഒഴിച്ച് കൊടുത്താൽ മതി. ഞാനിവിടെ 8 ഇഞ്ചിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഒരു നോട്ട് ബുക്കിൻ്റെ പേപ്പർ റൗണ്ടായി മുറിച്ച് ഓയിൽ പുരട്ടിയതാണിത്. ഇനി കേക്ക് ബാറ്റർ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ എയർ ബബിൾസൊക്കെ പോകാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഇനി ദോശക്കല്ല് ചൂടാവുമ്പോൾ അതിൻ്റെ മുകളിലേക്ക് വെച്ച് ടൈറ്റായി മൂടി വെച്ച് ബേക്ക് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ച് വേണം ബേക്ക് ചെയ്തെടുക്കാൻ. ഇത് ഒരു 20-25 മിനിറ്റിനുള്ളിൽ ബേക്കായി കിട്ടും. കേക്ക് റെഡി ആയിട്ടുണ്ട്. നന്നായി വെന്തിട്ടൊക്കെയുണ്ട്. ഇത് 1/2 മണിക്കൂർ കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയൊരു കേക്ക് കൂടിയാണിത്. ഇത് വൈകുന്നേരങ്ങളിൽ ചായക്കൊക്കെ കഴിക്കാൻ വേണ്ടി നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ബട്ടർ കേക്കാണ്. ഇനി ഇത് നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ മുറിച്ച് കഴിക്കാവുന്നതാണ്. ഇന്നത്തെ കേക്ക് റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾക്കായി സബ്സ്ക്രൈബും ചെയ്യുക.